നമസ്കാരം. ഒരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുവരാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുകയാണ്. വളരെ മനോഹരമായ ഒരു ബിസിനസ് മോഡൽ ഈ ആശയത്തിലൂടെ, ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. അച്ചീവേഴ്സ് കിങ്ഡം ഫുഡ്സ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന ഒരു സിസ്റ്റം കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി മില്ലറ്റിൽ അധിഷ്ഠിതമായ ധാരാളം ഉൽപ്പന്നങ്ങൾ മാർക്കറ്റിൽ വിപണനം ചെയ്യുന്ന ഒരു സിസ്റ്റമാണ്. ഓർഗാനിക് ആയിട്ടുള്ള മില്ലറ്റ് ബേസ്ഡ് പ്രൊഡക്റ്റുകളാണ് ഈ ബിസിനസിന്റെ ഭാഗമായിട്ട് അവർ മാർക്കറ്റിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ഈ 2.5 വർഷത്തെ എക്സ്പീരിയൻസ് പരിശോധിക്കുമ്പോൾ വളരെ കൃത്യമായ നേട്ടങ്ങൾ ഉപയോഗിച്ച ആളുകൾക്കും നല്ലൊരു ടേൺ ഓവർ കമ്പനിക്കും ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതിൽ എംപ്രോ ഗോൾഡ് എന്ന് പറയുന്ന ഒരു മാസ്റ്റർ പീസ് പ്രൊഡക്റ്റ് ഉണ്ട്. അത് AK5P എന്ന സിസ്റ്റത്തിന്റെ മാത്രം ഒരു മാസ്റ്റർ പീസ് പ്രൊഡക്റ്റ് ആണ്. ആ എംപ്രോ ഗോൾഡിന്റെ ഒരു മാർക്കറ്റ് പ്ലേസ് ആണ് ഇന്ന് പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്. മില്ലറ്റ്സ് ടു മില്യൻസ്. 2 അർത്ഥങ്ങളാണ് ഈ വാക്കിനുള്ളത്. മില്യൺ കണക്കിന് ആളുകൾ ഉപയോഗിക്കേണ്ട ഉൽപ്പന്നമാണ് മില്ലറ്റ് എന്ന അർത്ഥവും, മില്ലറ്റിന്റെ വിപണനത്തിലൂടെ മില്യൻസ് നമുക്ക് ഏൺ ചെയ്യാൻ പറ്റുന്ന അർത്ഥവും. സോ മില്ലറ്റ്സ് ടു മില്യൺ എന്ന ആ മോട്ടോ എംപ്രോ ഗോൾഡ് മാർക്കറ്റ് പ്ലേസിലൂടെ സ്വായത്തമാക്കാൻ എളുപ്പമായിരിക്കും എന്ന് ഞാൻ പറയുമ്പോൾ അത് അങ്ങനെയാണോ എന്ന് മനസ്സിലാക്കിയെടുക്കാൻ നമുക്ക് ഈ സെഷന്റെ മറ്റുള്ള വശങ്ങളിലേക്ക് നമുക്കൊന്ന് കടന്നു പോകാം. അച്ചീവേഴ്സ് കിങ്ഡം ഫുഡ്സ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനി രജിസ്ട്രേഡ് കമ്പനിയാണ്. കേരളത്തിൽ ഈ ബിസിനസ് ചെയ്യാൻ, ഇന്ത്യയിൽ ഈ ബിസിനസ് ചെയ്യാൻ ആവശ്യമായ എല്ലാവിധ രജിസ്ട്രേഷൻ ഡോക്യുമെന്റ്സും ഈ സിസ്റ്റം തയ്യാറാക്കിയിട്ടുണ്ട്. foodplusindia.com എന്ന വെബ്സൈറ്റിലൂടെ നമുക്ക് അതിനെ ആക്സസ് ചെയ്യാനും സാധിക്കും. അവരുടെ എംപ്രോ ഗോൾഡ് എന്ന പ്രൊഡക്റ്റിനെ കുറിച്ച് മാത്രമാണ് ഞാൻ കൂടുതലായിട്ട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. ആ പ്രൊഡക്റ്റ് നമ്മുടെ ഇമ്മ്യൂണിറ്റി ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്ന ഒരു ഉൽപ്പന്നമാണ്. നമ്മുടെ വെയിറ്റ് മാനേജ്മെന്റിനെ സപ്പോർട്ട് ചെയ്യുന്ന രൂപത്തിലാണ്. ബ്ലഡ് ഷുഗർ, BP, കൊളസ്ട്രോൾ ഒക്കെ ധാരാളം ആളുകൾക്ക് നോർമലൈസ് ചെയ്യാൻ ഈ പ്രൊഡക്റ്റിന്റെ സ്ഥിരമായ ഉപയോഗത്തിലൂടെ സാധിച്ചിട്ടുണ്ട്. ഒരുപാട് ഇന്റേണൽ എക്സ്റ്റേണൽ ഓർഗൻസിന്റെ ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് ഈ പ്രൊഡക്റ്റ് പലർക്കും പലതരത്തിലുള്ള ഹെൽപ്പ് നേടിക്കൊടുത്തിട്ടുണ്ട്. മെമ്മറി ലോസ് പോലെ, എനർജി ലോസ് പോലെയുള്ള പ്രശ്നങ്ങൾ, കണ്ണിന്റെ ആരോഗ്യത്തിന്റെ ബെറ്റർമെന്റ്, കിഡ്നി ഫംഗ്ഷന്റെ സ്റ്റിമുലേഷൻ, ബ്ലഡ് സർക്കുലേഷൻ ഇംപ്രൂവ് ചെയ്യുന്ന പ്രോസസ്സ്, ബ്ലഡ് പ്യൂരിഫിക്കേഷൻ പ്രോസസ്സ്, ഇങ്ങനെ പലതരത്തിലുള്ള അനുഭവങ്ങൾ എംപ്രോ ഗോൾഡിന്റെ പ്രൊഡക്റ്റിന്റെ ഉപയോഗത്തിലൂടെ ധാരാളം ആളുകൾ നമ്മളോട് ഷെയർ ചെയ്തിട്ടുമുണ്ട്. 700 ഗ്രാം ആണ് എംപ്രോ ഗോൾഡ് ഒരു പാക്കറ്റിന്റെ വെയിറ്റ് എന്ന് പറയുന്നത്. അതിന് 829 രൂപ എന്ന MRP ആണുള്ളത്. ഈ 700 ഗ്രാമിന്റെ ഈ ഒരു പാക്കറ്റ് അത് തയ്യാറാക്കുന്നത് ലിറ്റിൽ മില്ലറ്റ്, ഫോക്സ്ടെയിൽ മില്ലറ്റ്, ഫിംഗർ മില്ലറ്റ്, ബെന്യാൻ മില്ലറ്റ്, പ്രോസോ മില്ലറ്റ്, പേൾ മില്ലറ്റ്, വൈറ്റ് സ്വർഗം, റെഡ് സ്വർഗം, മെയ്സ്, ബാർലി, അൽമോണ്ട്, കാഷ്യൂനട്ട്, ഗ്രീൻ ഗ്രാം, ചിക്ക് പി, ഹോഴ്സ് ഗ്രാം, ഗ്രൗണ്ട് നട്ട്, ഇത്രയും ഭക്ഷണ പദാർത്ഥങ്ങളെ ഒരു സമീകൃതമായ രൂപത്തിൽ ശാസ്ത്രീയമായി ചേർത്ത് കഴുകി പുഴുങ്ങി പൊടിച്ചു വറുത്തെടുത്ത ഒരു പൗഡർ ഫോമിലാണ് ഈ എംപ്രോ ഗോൾഡിനെ തയ്യാറാക്കി വെച്ചിരിക്കുന്നത്. അതിനൊരു കാലറി ലെവൽ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ സാധിക്കും. അത് സർട്ടിഫൈഡ് ആണ്. ആര് എംപ്രോ ഗോൾഡ് വാങ്ങിയിട്ട് ആ കാലറി ലെവൽ ന്യൂട്രീഷൻ ഇൻഫർമേഷൻ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റിയാൽ 100 ഗ്രാമിൽ ഇത്രയും ന്യൂട്രീഷൻ വാല്യൂ നമുക്ക് കാണാൻ സാധിക്കും. അതിന്റെ ഒരു തോത് നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്ക് ആവശ്യമായ, നമ്മുടെ മനുഷ്യ ശരീരത്തിന് ആവശ്യമായ എല്ലാ പോഷകങ്ങളും സമീകൃതമായി ചേർന്നിട്ടുള്ളതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ ഷുഗർ അതിലില്ല, ആഡഡ് ഷുഗർ അതിലില്ല, ഗ്ലൂട്ടൻ ഫ്രീ ആണ്, ഗ്ലൂട്ടൻ ഇല്ലാത്തൊരു പ്രൊഡക്റ്റ് ആണ്. വളരെ കൃത്യമായ ഒരു രൂപം എംപ്രോ ഗോൾഡിന് വേണ്ടി അതിന്റെ മാനുഫാക്ചറിങ് സമയത്ത് ശ്രദ്ധിച്ചിട്ടുണ്ട്. ഒരു തരത്തിലും ഒരു സൈഡ് എഫക്റ്റും ക്രിയേറ്റ് ചെയ്യാത്ത ഒരു ഭക്ഷണ പദാർത്ഥം, അതാണ് എംപ്രോ ഗോൾഡ്. ഒരു നേരത്തെ ഭക്ഷണമായിട്ട് നമുക്ക് എംപ്രോ ഗോൾഡിനെ നമുക്ക് മാറ്റിയെടുക്കാം. അത് ഇപ്പൊ രാവിലെ നമ്മൾ കഴിക്കുകയാണെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റിന് തൊട്ട് മുമ്പായിട്ട് അല്പം ചെറിയ ചൂടുവെള്ളം എടുക്കുക, ഒരു 10 ഗ്രാം വരുന്ന രൂപത്തിൽ എംപ്രോ ഗോൾഡ് പൗഡർ ആ ഗ്ലാസ്സിലേക്ക് ഇടുക, നന്നായിട്ടൊന്ന് ഇളക്കുക, കുടിക്കുക, അത്ര മാത്രമേ ഉള്ളൂ. വൈകിട്ടും അതുപോലെ തന്നെ ഭക്ഷണത്തിന് മുമ്പ് ഒരു 10 ഗ്രാം ഉപയോഗിക്കാം. അപ്പൊ 20 ഗ്രാം ഒരു ദിവസം ഉപയോഗിക്കാം. കറക്റ്റ് 20 ഗ്രാം തൂക്കി തന്നെ ഉപയോഗിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇനി 20 ഗ്രാമിന്റെ സ്ഥാനത്ത് 30 ഗ്രാം ആയെന്ന് വെച്ചും പ്രശ്നമില്ല. ഓവറായിട്ട് കൂടേണ്ട ആവശ്യമില്ല. കാരണം
നല്ലൊരു ഫൈബർ കണ്ടന്റ് ഉള്ള ഒരു ഭക്ഷണ പദാർത്ഥമാണ് എംപ്രോ ഗോൾഡ്. ഫൈബർ ധാരാളമായി ചെല്ലുമ്പോൾ അത് പെട്ടെന്ന് വയറ് നിറഞ്ഞ ഫീല് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ കറക്റ്റ് ആയിട്ട് ഒരു 10 ഗ്രാം, ഒരു 10-12 ഗ്രാം ഒക്കെ വരുന്ന രൂപത്തിൽ 2 സ്പൂൺ പൗഡർ ഇട്ട് നന്നായിട്ട് ഇളക്കി ഒന്ന് കഴിച്ചാൽ ഒരു നേരത്തെ ഭക്ഷണം അത് മതി. ഞാൻ ബ്രേക്ക്ഫാസ്റ്റിന് മുമ്പ് കഴിക്കാൻ പറയുമ്പോൾ അത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണമെന്നോ കഴിക്കണ്ടെന്നോ ഇവിടെ യാതൊരു നിഷ്കർഷയുമില്ല. കാരണം ഭക്ഷണം മാത്രമാണ്. നമ്മളൊരു ഭക്ഷണം കഴിച്ചു, ഇനി വിശക്കുന്ന സമയത്ത് അടുത്ത ഭക്ഷണം കഴിച്ചാൽ മതി. പല സമയങ്ങളിലും ധാരാളം ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് എംപ്രോ ഗോൾഡ് മാത്രം കഴിച്ചതിന് ശേഷം പിന്നെ ഉച്ച സമയത്ത് ലഞ്ച് കഴിക്കേണ്ട ആവശ്യമേ വരാറുള്ളൂ എന്ന്. അത്തരത്തിൽ നമുക്കൊരു നേരത്തെ ഭക്ഷണമായിട്ട് ഉപയോഗിക്കാവുന്ന ഒരു എംപ്രോ ഗോൾഡ് എന്ന പ്രൊഡക്റ്റ് വളരെയധികം ആവശ്യക്കാർ മാർക്കറ്റിലുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. അത് AK5PL എന്ന സിസ്റ്റത്തിന്റെ ഒരു എക്സ്ക്ലൂസീവ് പ്രൊഡക്റ്റുമാണ്. ഈ സിസ്റ്റത്തിന്റെ ബിസിനസ് ഓപ്പർച്യൂണിറ്റി ഈ എംപ്രോ ഗോൾഡിന് അധിഷ്ഠിതമാണ്. ഒരു എംപ്രോ ഗോൾഡ് അതിന്റെ MRPയിൽ വാങ്ങിയാൽ ഈ ബിസിനസിന്റെ ഭാഗമായിട്ട് മാറാം. വേണമെങ്കിൽ എംപ്രോ ഗോൾഡ് മനസ്സിലാക്കി കൂടുതൽ എംപ്രോ ഗോൾഡ് വാങ്ങുന്ന ആൾക്കാർക്ക് വില കുറച്ച് വാങ്ങുന്ന രൂപത്തിലുള്ള പാക്കേജുകളുണ്ട്. 2100, 3400, 8530 ആ രൂപത്തിൽ 10,000 രൂപയുടെ പാക്കേജ്, അങ്ങനെ പലതരത്തിലുള്ള പാക്കേജുകളുണ്ട്. അത് കൂടുതൽ എംപ്രോ ഗോൾഡ് ലഭിക്കുന്നു. അതാണ് അതിന്റെ ഒരു അഡ്വാൻറ്റേജ്. 8530 ഒരു പാക്കേജ് എന്നൊക്കെ പറഞ്ഞാൽ 12 എംപ്രോ ഗോൾഡ് ആണ്. അതിൽ ഓരോ മാസവും ഒരു എംപ്രോ ഗോൾഡ് വീതം നമ്മുടെ വീട്ടിലേക്ക് കൊറിയറായിട്ട് അയച്ചു തരും. അതാണ് ആ സിസ്റ്റം. അപ്പോ ഈ പാക്കേജുകൾ ഏതെടുത്താലും ഈ സിസ്റ്റത്തിന്റെ ഭാഗമായിട്ട് ഒരാൾക്ക് മാറാം. അങ്ങനെ മാറുന്ന ഒരു ഡിസ്ട്രിബ്യൂട്ടർ ഈ സിസ്റ്റത്തിൽ നിന്ന് വീണ്ടും വീണ്ടും എംപ്രോ ഗോൾഡ് വാങ്ങി ഉപയോഗിക്കുന്നു. എംപ്രോ ഗോൾഡ് മാത്രമല്ല, ഏകദേശം 90ഓളം ഉൽപ്പന്നങ്ങളുണ്ട്. എല്ലാം തന്നെ പ്രിസർവേറ്റീവ്സ് ഒന്നും ചേർക്കാത്ത ഓർഗാനിക് ആയിട്ടുള്ള ഉൽപ്പന്നങ്ങളാണ്. അതിൽ നമ്മുടെ നിത്യോപയോഗ വസ്തുക്കളായ മഞ്ഞൾപ്പൊടിയും, മുളകുപൊടിയും, മല്ലിപ്പൊടിയും, വെളിച്ചെണ്ണയും എല്ലാം ഉണ്ട്. എല്ലാ മില്ലറ്റുകളും റോ ഫോമിലുണ്ട്. മില്ലറ്റുകളുടെ ഒരു കഞ്ഞിക്കൂട്ടുണ്ട്. മില്ലറ്റുകൾ കൊണ്ട് തയ്യാറാക്കിയ എംഫിറ്റ് എന്ന പ്രൊഡക്റ്റ് ഉണ്ട്. അതുപോലെ മക്കായി കോക്ക്, മിലോ കോക്ക് പോലെയുള്ള റോസ്റ്റഡ് ആയിട്ടുള്ള മില്ലറ്റ് സ്നാക്സ് ഉണ്ട്. മില്ലറ്റിന്റെ റസ്ക് ഉണ്ട്. ടിക്കി ടാക്ക പോലെയുള്ള മില്ലറ്റ് കൊണ്ട് നിർമ്മിക്കുന്ന വളരെ മനോഹരമായ ടേസ്റ്റി ആയിട്ടുള്ള മുസ്ലി പ്രൊഡക്റ്റ് ഉണ്ട്. ഇങ്ങനെ ധാരാളം ഉൽപ്പന്നങ്ങൾ. അതുപോലെ എല്ലാ മില്ലറ്റിന്റെയും പുട്ടുപൊടിയും ദോശപ്പൊടിയും എല്ലാം നമുക്ക് അതും ലഭിക്കും. അപ്പത്തിന്റെ പൊടി നമുക്ക് ലഭിക്കും. നൈസ് പൊടി നമുക്ക് ലഭിക്കും. ഓട്സ് ഉണ്ട്, റോൾഡ് ഓട്സ് ഉണ്ട്, സ്റ്റീൽ കട്ട് ഓട്സ് ഉണ്ട്. ഇങ്ങനെ വ്യത്യസ്തങ്ങളായ പ്രൊഡക്റ്റുകൾ എല്ലാം ഒരു ഷോപ്പിൽ ചെന്നാൽ നമുക്ക് വേണമെങ്കിൽ നമ്മൾ വാങ്ങി ഉപയോഗിക്കുന്ന ഉൽപ്പന്നങ്ങൾ. ഒരു ഡിസ്ട്രിബ്യൂട്ടർക്ക് ഈ ഉൽപ്പന്നങ്ങളൊക്കെ വാങ്ങുന്ന സമയത്ത് വിലക്കുറവിൽ ഉൽപ്പന്നങ്ങൾ കിട്ടും. ആ ഉൽപ്പന്നം വാങ്ങുന്നതിനനുസരിച്ച് ഒരു പോയിന്റ് ജനറേറ്റ് ആയി ഒരു മാസത്തിൽ ഒരു വരുമാനവും നേടാം. കൃത്യമായി പ്ലാൻ ചെയ്ത് ടീം വർക്കിലൂടെ വലിയ ബിസിനസ് വോളിയം ഉണ്ടാക്കിയെടുക്കാനുള്ള സാഹചര്യമെല്ലാം ഈ ബിസിനസ് ഓപ്പർച്യൂണിറ്റിയിലുണ്ട്. അതിന്റെ കൂടെ ഇനി വരാൻ പോകുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ് എംപ്രോ ഗോൾഡിന്റെ മാർക്കറ്റ് പ്ലേസ്. അതൊരു പവർഫുൾ ബിസിനസ് കോൺസെപ്റ്റ് ആണ്. ഒരു ഹെൽത്ത് റെവല്യൂഷനുമാണ്. എന്താണ് ഹെൽത്ത് റെവല്യൂഷൻ എന്നുകൊണ്ട് ഉദ്ദേശിച്ചെന്ന് ചോദിച്ചാൽ, എംപ്രോ ഗോൾഡിന്റെ ഉപയോഗം സ്ഥിരമാക്കുന്ന ഏതൊരാളും ആരോഗ്യരംഗത്ത് വലിയ മാറ്റങ്ങൾ എൻജോയ് ചെയ്യാൻ പോകുന്ന ആൾക്കാരായിരിക്കും. കാരണം അവർക്ക് ആവശ്യമായ എല്ലാ പോഷകങ്ങളും, അവരുടെ കണ്ണിന് ആവശ്യമായ പോഷകങ്ങൾ, അവർക്ക് ലിവറിന് ആവശ്യമായ പോഷകങ്ങൾ, അവർക്ക് കിഡ്നിക്ക് ആവശ്യമായ പോഷകങ്ങൾ, സർക്കുലേഷന് ആവശ്യമായ പോഷകങ്ങൾ, ഇങ്ങനെ ശരീരത്തിലുള്ള ഓരോ ഇന്റേണൽ എക്സ്റ്റേണൽ അവയവങ്ങൾക്കും സ്കിൻ ടോൺ ഒക്കെ വളരെ മനോഹരമാക്കി തീർക്കാൻ എംപ്രോ ഗോൾഡ് ഈ പ്രൊഡക്റ്റിന്റെ സ്ഥിര ഉപയോഗത്തിലൂടെ ഒരുപാട് പേര് സാധിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മുടെ സൗന്ദര്യം നിലനിർത്താനൊക്കെ ആയിട്ട് എത്രയോ പൈസയാണ് മുടക്കുന്നത്. ഒരു 10 ഗ്രാം രാവിലെയും 10 ഗ്രാം വൈകിട്ടും സ്ഥിരമായി ഉപയോഗിക്കുക വഴി അത് നടക്കുമെങ്കിൽ ഉറപ്പായിട്ടും ഈ പ്രൊഡക്റ്റിന് വലിയൊരു ഡിമാൻഡ് ക്രിയേഷൻ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ഒരു ഹെൽത്ത് റെവല്യൂഷൻ നടക്കും. എന്നാൽ ഒരു പവർഫുൾ ബിസിനസ്സും ഇവിടെ സിസ്റ്റം ഡിസൈൻ ചെയ്തിരിക്കുന്നു. അത് എങ്ങനെയാണ്? എംപ്രോ ഗോൾഡ് മാർക്കറ്റ് പ്ലേസ് എന്താണ്? ഈ എംപ്രോ ഗോൾഡ് മാർക്കറ്റ് പ്ലേസിനെ കൃത്യമായിട്ട് യൂസ് ചെയ്താൽ നമുക്കൊരു വലിയ മാറ്റം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമോ? നമ്മുടെ സ്വപ്നങ്ങളൊക്കെ ഫുൾഫിൽ ചെയ്യാൻ പറ്റുമോ? തീർച്ചയായും പറ്റുമെന്നാണ് എന്റെ വിശ്വാസം. എങ്ങനെ സാധ്യമാണ്? മാർക്കറ്റ് പ്ലേസിന്റെ കൺസെപ്റ്റ് എന്ന് പറയുന്നത് ബൈ സെൽ അൺലിമിറ്റഡ് യൂണിറ്റ്സ്. എംപ്രോ ഗോൾഡ് യൂണിറ്റുകളുടെ വാങ്ങലും വിൽക്കലുമാണ്. ഓട്ടോ സെൽ സിസ്റ്റമാണ് ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അത് വിൽക്കാൻ വേണ്ടി നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ വാങ്ങിയിടാൻ തയ്യാറാണെങ്കിൽ, മാർക്കറ്റ് പ്ലേസിലേക്ക് എംപ്രോ ഗോൾഡ് യൂണിറ്റുകൾ വാങ്ങിയിടാൻ തയ്യാറാണെങ്കിൽ അത് വിറ്റ് പോകുമ്പോഴെല്ലാം നമുക്ക് വരുമാനം കിട്ടും. അപ്പൊ ആയിരക്കണക്കിന് ആളുകൾ വാങ്ങിയിടുകയാണെങ്കിൽ ആരുടെ വിറ്റ് പോകും, ആരുടെ വിറ്റ് പോകില്ല, അതിനൊരു പ്രയോറിറ്റി ഉണ്ടോ? തീർച്ചയായും ഒരു ഫെയർ റൊട്ടേഷൻ ആണ് അതിനുവേണ്ടി സിസ്റ്റം വെച്ചിരിക്കുന്നത്.
ഒരു ഗ്ലോബൽ റീച്ച് കിട്ടാൻ സാധ്യതയുള്ള രൂപത്തിലാണ് മാർക്കറ്റ് പ്ലേസിനെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇ കൊമേഴ്സ് പോലെയുള്ള മേഖലകൾ എടുത്ത് പരിശോധിക്കുമ്പോൾ ആമസോൺ പോലെയുള്ള വെബ്സൈറ്റുകളിൽ ധാരാളം പ്രൊഡക്റ്റുകൾ വിറ്റഴിക്കുന്ന ധാരാളം ആൾക്കാരെ നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പൊ നമ്മളിൽ ആരെങ്കിലും അത്തരത്തിൽ പ്രൊഡക്റ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ അത് വിറ്റ് പോകുമ്പോഴെല്ലാം നമ്മൾ ആ പ്രൊഡക്റ്റിന് വേണ്ടി മുതൽ മുടക്കിയ എമൗണ്ടും ലാഭവും നമുക്ക് കിട്ടും. ലാഭം എടുത്തിട്ട് ആ മുതൽ മുടക്കിയ എമൗണ്ട് കൊണ്ട് വീണ്ടും ഉൽപ്പന്നം വാങ്ങിയിട്ടാലോ അത് വീണ്ടും വിറ്റ് പോകും, വീണ്ടും ലാഭം കിട്ടും. അങ്ങനെ എത്ര പ്രാവശ്യം നമ്മൾ വാങ്ങിയിടുന്ന ഉൽപ്പന്നങ്ങളുടെ വിപണനം നടക്കുന്നുണ്ടോ അതിനനുസരിച്ച് നമുക്ക് ലാഭത്തിന്റെ ടേൺ ഓവർ കൂട്ടാം. ഇതാണ് ഒരു ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമിൽ ആമസോൺ പോലെ അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ട് പോലുള്ള ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമിൽ നമുക്ക് നമ്മുടെ ഉൽപ്പന്നം വിൽക്കാനുള്ള ഒരു മാനദണ്ഡം എന്ന് പറയുന്നത്. സെയിം ആശയമാണ് മാർക്കറ്റ് പ്ലേസ് എന്ന കോൺസെപ്റ്റിൽ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അത് എങ്ങനെ പോസിബിൾ ആവും, എങ്ങനെയെല്ലാം ഡിസൈൻ ചെയ്തിരിക്കുന്നു. ഇവിടെ AKFL ഡിസ്ട്രിബ്യൂട്ടറായി നിൽക്കുന്ന ഒരാൾ, AKFIPL ഡിസ്ട്രിബ്യൂട്ടറായി നിൽക്കുന്ന ഒരാൾ മാർക്കറ്റ് പ്ലേസിന്റെ ആക്സസ് സ്ലോട്ട് എടുക്കാൻ വേണ്ടി ഒരു 1400 രൂപ കൊടുക്കുന്നു. അപ്പോൾ അദ്ദേഹത്തിന് ട്രേഡിംഗ് പ്രോഫിറ്റ് എടുക്കാൻ പാകത്തിന് ഒരു 5600 രൂപയുടെ ഒരു മാസ് ലിമിറ്റ് കൊടുക്കും. അപ്പൊ ട്രേഡ് നടക്കുന്നു, പ്രോഫിറ്റ് കിട്ടുന്നു, ആ പ്രോഫിറ്റ് ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുന്നു. 5600 രൂപ പ്രോഫിറ്റ് എടുത്ത് കഴിഞ്ഞു. ഇനി വീണ്ടും ഒരു 1400 റീ ആക്ടിവേഷൻ കൊടുത്തുകൊണ്ട് ലിമിറ്റ് ഇൻക്രീസ് ചെയ്യണം. അങ്ങനെ ഒരു മാസം എടുത്ത് 2 എംപ്രോ ഗോൾഡ് എങ്കിലും വാങ്ങിയ ഒരാൾക്ക് മാത്രമേ ഈ മാർക്കറ്റ് പ്ലേസിനെ മറ്റുള്ളവർക്ക് റെക്കമെൻഡ് ചെയ്ത് കൊടുക്കാൻ പറ്റുള്ളൂ എന്ന് മാത്രം. അവിടെ മാർക്കറ്റ് പ്ലേസ് റെക്കമെൻഡ് ചെയ്യുമ്പോൾ നമ്മുടെ ഏണിംഗ് പൊട്ടൻഷ്യൽ കൂടും. വളരെ വേഗത്തിൽ 5600 രൂപയിൽ എത്താൻ സാധിക്കും. വേണമെങ്കിൽ ഒരു മണിക്കൂർ കൊണ്ട് എത്താൻ സാധിക്കും, വേണമെങ്കിൽ ഒരു ദിവസം കൊണ്ട് എത്താൻ സാധിക്കും. അത്രയും സ്പീഡിൽ 5600 എത്തുമ്പോൾ ഒരു ദിവസം തന്നെ ഏൺ ചെയ്യുന്ന എമൗണ്ടിന്റെ അളവ് കൂട്ടിയെടുക്കാം. അതിനുവേണ്ടി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? മാക്സിമം ഈ ബിസിനസിന്റെ പ്രൊമോഷന്റെ ഭാഗമായിട്ടുള്ള ആക്ടിവിറ്റി എന്തൊക്കെയാണോ അതിൽ ഇൻവോൾവ് ആകുക. എന്നാൽ ഇതിനൊന്നും എനിക്ക് സാധിക്കില്ല, എന്നാൽ എനിക്ക് കുറച്ച് എംപ്രോ ഗോൾഡ് വാങ്ങിയിടാൻ പറ്റും. അവർക്കും ലാഭത്തിനുള്ള സാധ്യത ഈ സിസ്റ്റത്തിന്റെ ഡിസൈനിങ്ങിൽ ഉറപ്പിച്ചു വെച്ചിരിക്കുകയാണ്. സോ എന്താണ് എംപ്രോ ഗോൾഡിന്റെ മാസ് എടുത്ത് നമ്മൾ കടന്നു വരുമ്പോൾ നമുക്ക് സംഭവിക്കാൻ പോകുന്ന കാര്യം? മാസ് എടുത്ത ഒരാൾ എംപ്രോ ഗോൾഡ് യൂണിറ്റുകൾ വാങ്ങിയിടുന്നു. ഒരു യൂണിറ്റ് വാങ്ങിയാൽ ഒരു യൂണിറ്റ് സിസ്റ്റം ഫ്രീ ആയിട്ട് തരും. അപ്പൊ ഒരു യൂണിറ്റ് നമ്മൾ വാങ്ങുന്ന സെക്കൻഡിൽ തന്നെ ഒരു യൂണിറ്റ് കൂടെ തന്ന് 2 യൂണിറ്റ് നമുക്ക് വേണ്ടി സിസ്റ്റം തയ്യാറാക്കുന്നു. അടുത്തൊരു യൂണിറ്റ് 15 മിനിറ്റ് കഴിഞ്ഞ് വാങ്ങാം. അപ്പോഴും ഒരു യൂണിറ്റ് നമ്മൾ വാങ്ങി, വീണ്ടും ഒരു യൂണിറ്റ് കിട്ടി. അപ്പൊ 4 യൂണിറ്റ് കിട്ടി. അപ്പൊ ഒരു 10 യൂണിറ്റ് വാങ്ങുമ്പോൾ ഓരോ 15 മിനിറ്റ് ഇടവേളയിൽ ഓരോന്നോരോന്നായി വാങ്ങി 10 വാങ്ങി തീരുമ്പോഴത്തേക്ക് നമുക്ക് 20 യൂണിറ്റുകൾ നമ്മുടെ കയ്യിൽ ഉണ്ടാകും. 2 യൂണിറ്റുകൾ സെല്ലായി പോകുമ്പോൾ, അപ്പൊ ഒരു യൂണിറ്റിന് 700 രൂപയാണ് വില. ആ യൂണിറ്റ് സെല്ലായി പോകുന്ന സമയത്ത് സിസ്റ്റത്തിൽ 700 രൂപ ലാഭം കിട്ടി. അപ്പൊ 2 യൂണിറ്റുകൾ സെല്ലായി പോകുമ്പോൾ 1400 രൂപ സിസ്റ്റത്തിൽ റവന്യൂ വന്നു. അതിൽ നിന്ന് നമ്മുടെ മുതൽ മുടക്കായ ഒരു എംപ്രോ ഗോൾഡിന്റെ പൈസ 700 രൂപ നമുക്ക് തിരിച്ചു തരും. ഒരു 70 രൂപ പ്രോഫിറ്റ് തരും. ഈ പ്രോഫിറ്റ് നമ്മൾ വിഡ്രോ ചെയ്യുന്നു. എംപ്രോ ഗോൾഡിന്റെ വിലയായ 700 ഉപയോഗിച്ച് അടുത്ത യൂണിറ്റ് നമ്മൾ വാങ്ങി വെക്കുന്നു. അപ്പൊ 10 വിറ്റ് പോകുമ്പോൾ 700 രൂപ നമുക്ക് കിട്ടിയിട്ടുണ്ടാകും. 10 വീണ്ടും നമ്മൾ വാങ്ങിയിട്ടിട്ടുണ്ടാകും. ആ 10 വീണ്ടും ഒരു 10 കൂടെ സിസ്റ്റം തന്നിട്ടുണ്ടാകും. ഇങ്ങനെ വളരെ മനോഹരമായ രൂപത്തിലുള്ള ഒരു ഫെയർ ആയിട്ടുള്ള ഒരു മാർക്കറ്റ് പ്ലേസ്, ഒരു സ്കെയിലബിൾ ഏണിങ്സ് നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റും. ഒരാഴ്ച, 2 ആഴ്ച, 3 ആഴ്ച, 1 മാസം, 2 മാസം കഴിയുമ്പോഴത്തേക്കും ഈ ട്രേഡിന്റെ ഒരു തോത് ഏതൊക്കെ തരത്തിൽ നടക്കുന്നുണ്ട്, എങ്ങനെയൊക്കെയാണ് ഇതിന്റെ മൂവ്മെന്റ് നടക്കുന്നത് നമുക്ക് മനസ്സിലായി കഴിഞ്ഞാൽ നമുക്ക് ഒരു മാസം ആവശ്യമായ പണത്തിന് വേണ്ടി എത്ര എംപ്രോ ഗോൾഡ് വാങ്ങിയിട്ടാൽ നടക്കും, ഇങ്ങനെ ചില കാൽക്കുലേഷൻ നമ്മൾ എത്തും. അപ്പൊ അത്രയും യൂണിറ്റുകൾ വാങ്ങിയിടാൻ പറ്റുന്ന ആൾക്കാർ, അത്രയും യൂണിറ്റുകൾ നമ്മുടെ ടീമിൽ ഒന്ന് വാങ്ങുന്ന രൂപത്തിലേക്ക് ഒന്ന് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഇത്ര ഇൻകത്തിലേക്ക് എത്താൻ പറ്റും. അങ്ങനെ ഒന്ന് പ്ലാൻ ചെയ്യാൻ പറ്റുന്ന ഒരു സ്കെയിലബിൾ ഏണിംഗ് പൊട്ടൻഷ്യൽ ഈ സിസ്റ്റത്തിന്റെ ട്രേഡിംഗ് മെക്കാനിസത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. സോ വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു മൂവ്മെന്റ് ആണ് മാർക്കറ്റ് പ്ലേസ് ആക്സസ് സ്ലോട്ട്. അതിൽ നമ്മൾ വാങ്ങിയിടുന്നത് എംപ്രോ ഗോൾഡ് യൂണിറ്റുകളാണ്. MRP 829 രൂപയാണെങ്കിലും അതിന്റെ ഡിസ്ട്രിബ്യൂട്ടർ പ്രൈസ് ആയ 700 രൂപയ്ക്കാണ് മാർക്കറ്റ് പ്ലേസിൽ നമുക്ക് ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ സാധിക്കുക. അപ്പോ സിസ്റ്റത്തിൽ എന്താണ് സംഭവിക്കുന്നത്? സിസ്റ്റം എപ്പോഴും ആ സിസ്റ്റത്തിന്റെ ഒരു യുണീക്നെസ്സിന് വേണ്ടി വാങ്ങിയിട്ട യൂണിറ്റുകളിൽ ആദ്യത്തെ 10 എപ്പോഴും മാർക്കറ്റ് പ്ലേസിലേക്ക് ഷോ ആയിക്കൊണ്ടിരിക്കും. അതിൽ നിന്നും ആളുകൾ വാങ്ങുന്നു. ഇപ്പൊ ഓൾറെഡി 10 കിടക്കുന്നുണ്ട്, അത് ആരോ വാങ്ങിയിട്ടതാണ്. ഞാനിപ്പോ 10 വാങ്ങാൻ വേണ്ടി വരികയാണ്. ഒരെണ്ണം ഞാൻ വാങ്ങി, അപ്പൊ തന്നെ ആ സിസ്റ്റത്തിലുള്ള ക്യൂവിലുള്ള ഒരെണ്ണം വാങ്ങപ്പെട്ടു, അത് അവിടുന്ന് പോയി. എനിക്ക് വേണ്ടി സിസ്റ്റം എന്ത് ചെയ്തു? ആ യൂണിറ്റിന് കൂടെ ഒരു യൂണിറ്റ് കൂടെ തന്ന് എനിക്ക് ആ ക്യൂവിലെ ഏറ്റവും അവസാനം ഒരു പൊസിഷൻ തന്നു.
15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ വീണ്ടും അടുത്ത യൂണിറ്റ് വാങ്ങി. അപ്പൊ ഈ 15 മിനിറ്റ് ഗ്യാപ്പിൽ വേറെ ആരെങ്കിലൊക്കെ വാങ്ങിയിട്ടുണ്ടാകും. അപ്പൊ അതുകൊണ്ട് തന്നെ ആദ്യത്തെ 10ൽ തന്നെ എനിക്ക് 10 വാങ്ങാൻ പറ്റുന്ന ഒരു ഉറപ്പുമില്ല. ചിലപ്പോൾ ഒരു 100 വിറ്റ് പോകുമ്പോഴായിരിക്കും എനിക്ക് ഒരു 10 കിട്ടിയിട്ടുണ്ടാകുക. അങ്ങനെ സിസ്റ്റത്തിന്റെ ടോപ്പ് 10ൽ നിന്നും വാങ്ങിപ്പോകുന്ന പ്രോസസ് ആയതുകൊണ്ട് വിൽപ്പന ഇവിടെ നടക്കും. അതെങ്ങനെയൊക്കെയാണെന്നറിയൂ? ഒന്ന്, സിസ്റ്റത്തിന്റെ ഷോപ്പിൽ നിന്ന് ഒരാൾ ഡയറക്റ്റ് ആയിട്ട് പോയിട്ട് ഉൽപ്പന്നം വാങ്ങിയാലും അവിടെ ബില്ല് ചെയ്ത് ഉൽപ്പന്നം കൊടുക്കുമ്പോൾ തന്നെ മാർക്കറ്റ് പ്ലേസിൽ നിന്ന് അത് വിറ്റതായിട്ട് കാണിക്കും. സോ ആ യൂണിറ്റ് ആരുടെയാണോ അയാൾക്ക് ലാഭം കിട്ടും. ഇനി ഒരാൾ ട്രേഡ് ചെയ്യാൻ വേണ്ടി വരികയാണ്, അയാൾ 10 യൂണിറ്റ് വാങ്ങുകയാണ്. ആ യൂണിറ്റ് വാങ്ങുന്നത് ഈ മാർക്കറ്റ് പ്ലേസിന്റെ ടോപ്പ് 10ൽ നിന്നാണ്. സ്വാഭാവികമായിട്ടും ആ യൂണിറ്റ് എല്ലാം വാങ്ങുമ്പോൾ അവർക്ക് പൈസ കിട്ടിക്കൊണ്ടിരിക്കും, ഇയാൾക്ക് യൂണിറ്റ് കിട്ടിക്കൊണ്ടിരിക്കും. അപ്പൊ വിറ്റ് പോകുന്നതനുസരിച്ച് ക്യൂ എന്ത് ചെയ്യും? മുമ്പോട്ട് വന്നുകൊണ്ടിരിക്കും. അപ്പൊ ബാക്കിലുള്ള ഓരോ യൂണിറ്റ് മുമ്പിലേക്ക് വരുമ്പോൾ വളരെ ബ്രില്യന്റ് ആയിട്ട് നിങ്ങളൊരു സൂപ്പർ മാർക്കറ്റിന്റെ ഒരു റാക്ക് ചിന്തിച്ചാൽ മതി. ആ റാക്കിൽ ഇങ്ങനെ നിരത്തി വെച്ചിരിക്കുകയാണ് എംപ്രോ ഗോൾഡ് 700 ഗ്രാമിന്റെ പാക്കറ്റ് നിരത്തി വെച്ചിരിക്കുകയാണ്. വിറ്റ് പോകുന്നതനുസരിച്ച് എന്ത് ചെയ്തു? ആ റാക്കിലേക്ക് പുതിയ സാധനം കയറിക്കൊണ്ടിരിക്കുന്നു. വിറ്റ് പോകാനുള്ള 2 പോസിബിലിറ്റി ഞാൻ പറഞ്ഞു. ഇനി ഒരു പോസിബിലിറ്റി ഉണ്ട്. എല്ലാ മാസത്തിലും ഒരു ഉൽപ്പന്നം ഈ ട്രേഡർ അയാളുടെ ആവശ്യത്തിന് റിഡീം ചെയ്ത് എടുക്കണമെന്നൊരു കണ്ടീഷൻ ഉണ്ട്. എന്താണ് ആ കണ്ടീഷന്റെ കാരണം എന്നറിയൂ? ട്രേഡ് ചെയ്യാൻ വേണ്ടി വന്നു, ഞാൻ ഒരു 1000 യൂണിറ്റ് വാങ്ങിയിട്ടു, എനിക്ക് ലാഭം കിട്ടുന്നുണ്ട്, നല്ല ലാഭം കിട്ടുന്നുണ്ട്. 6 മാസം കഴിഞ്ഞു, 1 വർഷം കഴിഞ്ഞു, നല്ല രൂപത്തിൽ ലാഭം എനിക്ക് കിട്ടി. പക്ഷെ എന്താണ് ഞാൻ വിറ്റത്? അതിന്റെ രുചി എന്താണ്? ആ ഉൽപ്പന്നം എന്താണ്? ഇതൊന്നും ഞാൻ അറിയണം നിർബന്ധമില്ല. വെറുതെ ലാഭം ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ആ ലാഭത്തിൽ ഒരു ജെനുവിനിറ്റി ഇല്ല എന്ന് സിസ്റ്റം മനസ്സിലാക്കുന്നു. ആ ഉൽപ്പന്നം എന്താണെന്ന് അറിയുന്നവരായിരിക്കണം. എസ്പെഷ്യലി ഒരു ഹെൽത്ത് റെവല്യൂഷന് കാരണമായി തീരണമെങ്കിൽ ഇയാൾ ഈ ഉൽപ്പന്നം ഉപയോഗിക്കണം. അയാളുടെ ജീവിതത്തിൽ അയാൾ ഭക്ഷണം കഴിക്കുന്ന ആൾക്കാരാണ്. പക്ഷെ സമീകൃതമായ ഒരു ഭക്ഷണശീലത്തിലേക്ക് നമ്മളിൽ എത്ര പേർക്ക് പറ്റുന്നുണ്ട്? വായിന്റെ രുചിയും വയറ് നിറയലും മാത്രമായിട്ട് ഇന്ന് ഭക്ഷണശീലം മാറിയ ഒരു കാലഘട്ടമാണ്. ആവശ്യമായ പോഷകങ്ങൾ, ഇപ്പൊ കണ്ണിന്റെ ആരോഗ്യത്തിന് എന്തെല്ലാം പോഷകങ്ങൾ വേണമോ അത് കൃത്യമായിട്ട് നമ്മൾ ഭക്ഷണത്തിലൂടെ കൊടുക്കാതെ വേറെ രക്ഷയില്ല. പക്ഷെ അത് കൃത്യമായി കൊടുക്കുന്ന ഭക്ഷണം നമ്മൾ എത്ര പേർ കഴിച്ചിട്ടുണ്ട്? കിഡ്നിയുടെ ആരോഗ്യത്തിന് ആവശ്യമായ മിനറൽസും പ്രോട്ടീൻസും എല്ലാം കൃത്യമായിട്ട് കൊടുക്കുന്ന രൂപത്തിൽ എന്ത് ഭക്ഷണമാണ് നമ്മൾ കഴിച്ചത്? അങ്ങനെ ശ്രദ്ധിച്ചു ഭക്ഷണം കഴിക്കുന്ന ഒരു ശീലം ഇപ്പൊ നമുക്കില്ല. ഒരു ഫാസ്റ്റ് ഫുഡ് ലൈഫിലേക്ക് നമ്മൾ ആളുകൾ മാറി. സ്വാഭാവികമായിട്ടും നമുക്ക് ഓരോരുത്തർക്കും എംപ്രോ ഗോൾഡ് ഒരു നിത്യ ഉപയോഗ വസ്തുവായിട്ട് മാറേണ്ട ആവശ്യത്തിലേക്ക് വന്നിരിക്കുകയാണ്. 10 ഗ്രാം രാവിലെയും 10 ഗ്രാം വൈകിട്ടും കഴിക്കുമ്പോൾ നമുക്ക് ഉറപ്പിക്കാൻ സാധിക്കും നമുക്ക് ആവശ്യമായ പോഷകങ്ങൾ നമ്മുടെ ശരീരത്തിലേക്ക് ഒരു ദിവസം കൊടുത്തു എന്ന്. സ്വാഭാവികമായിട്ടും ആ ഹെൽത്ത് റെവല്യൂഷൻ നടക്കണമെങ്കിൽ ഇവിടെ ട്രേഡറായിട്ട് വരുന്ന എല്ലാവരും എല്ലാ മാസത്തിലും ഒരു പാക്കറ്റ് വാങ്ങണം, റിഡീം ചെയ്തെടുക്കണം. സോ ഇതും ഈ മാർക്കറ്റ് പ്ലേസിൽ നിന്ന് തന്നെ കട്ടായി പോവുകയാണ്. ഇപ്പൊ 10,000 ആൾക്കാരുണ്ട്, ഓരോരുത്തരും ഓരോ പ്രൊഡക്റ്റ് എടുത്താൽ 10,000 യൂണിറ്റ് അവിടെ സെല്ലായി കഴിഞ്ഞു. അവിടെ എന്ത് ചെയ്തു? ആ മാർക്കറ്റ് പ്ലേസിൽ നിന്നും റിഡീം ആയി കഴിഞ്ഞു. സോ അത്രയും എണ്ണം അവിടെ നിന്ന് മാറുന്ന സമയത്ത് ക്യൂ അവിടെ വളരെ ഫാസ്റ്റ് ആയിട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കും. ഇൻകം ഇൻസ്റ്റന്റ് ആയിട്ട് ഡിസ്ട്രിബ്യൂട്ടർ ചെയ്യും, എല്ലാ ചൊവ്വാഴ്ചയും നമുക്ക് വിഡ്രോ ചെയ്തെടുക്കാം. സോ എങ്ങനെയാണ് ഇതിന്റെ ഒരു റോൾ മോഡൽ മാർക്കറ്റിംഗ് പ്ലാനിലേക്ക് വരുമ്പോൾ സംഭവിക്കുന്നത്? 10 ലെവൽ ഇൻകം ആണ് നമുക്ക് ലഭിക്കുന്നത്. ഓരോ ഡയറക്റ്റ് റെഫറൽ കൊടുക്കുമ്പോൾ നമുക്ക് 2 ലെവൽ ഓപ്പൺ ആകും. 5 ഡയറക്റ്റ് റെഫറൽ കൊടുത്താൽ 10 ലെവൽ ഓപ്പൺ ആവും. അതായത് ഒരു ലെവലിന് 2 ലെവൽ. രണ്ടാമത്തെ സ്പോൺസർഷിപ്പ് കൊടുത്താൽ 4 ലെവൽ ഓപ്പൺ ആവും. മൂന്നാമത്തെ സ്പോൺസർഷിപ്പിന് 6 ലെവൽ ഓപ്പൺ ആവും. നാലാമത്തെ സ്പോൺസർഷിപ്പ് 8 ലെവൽ ഓപ്പൺ ആവും. 5 സ്പോൺസർഷിപ്പ് കൊടുത്താൽ 10 ലെവൽ ഓപ്പൺ ആവും. ഓരോ ലെവലിലും നമുക്ക് കിട്ടുന്നത് അവിടെ ഒരാൾ വന്നു എന്നുള്ളതല്ല, അയാൾ എത്ര എംപ്രോ ഗോൾഡ് വാങ്ങിയിട്ട് എന്നുള്ളതാണ്. മാത്രമല്ല അവരെല്ലാവരും ഒരു മാസ് ബൈ നടത്തുന്നുണ്ട്. മാസ് ബൈ എങ്ങനെയാണ്? 1400 രൂപ കൊടുത്തിട്ട് ഒരു ലിമിറ്റ് വാങ്ങുന്നുണ്ട്. ആ ലിമിറ്റ് വാങ്ങുമ്പോഴെല്ലാം ഒരു 10 രൂപ വെച്ച് നമുക്ക് എല്ലാ ലെവലിൽ നിന്ന് കിട്ടും. ലെവൽ 1ൽ കിട്ടും, ലെവൽ 2ൽ കിട്ടും, 3ൽ 4ൽ 5ൽ 6ൽ 7ൽ 8ൽ 9ൽ 10ൽ 10 ലെവലിലും മാസ് ബൈ നടന്നിട്ടുണ്ടോ 10 രൂപ നമുക്ക് ഇത് കിട്ടും. എത്ര പ്രാവശ്യം? ഓരോ പ്രാവശ്യം 5600 എത്തുമ്പോൾ അദ്ദേഹം വീണ്ടും 1400 കൊണ്ട് ലിമിറ്റ് ഇൻക്രീസ് ആകുന്നുണ്ട്. ആ സമയത്തും ഈ 10 രൂപ കിട്ടും. ആ കണ്ടിന്യൂസ് ആയിട്ട് ഇൻകം കിട്ടും. 2, അവർ ഓരോരുത്തരും ട്രേഡിന് വേണ്ടി 2, 5, 10, 20, 100, 300, 400, 500, 1000 എംപ്രോ ഗോൾഡ് ഒക്കെ വാങ്ങിയിടുന്നുണ്ടാകും. ഓരോ എംപ്രോ ഗോൾഡ് വാങ്ങപ്പെടുമ്പോഴും 21 രൂപ വെച്ച് ലെവൽ 1 നമുക്ക് ഇൻകം കിട്ടും. അതായത് ഞാൻ 10 പേരെ കൊണ്ടുവന്നു, ആ 10 പേര് ഒരു 50 എംപ്രോ ഗോൾഡ് വീതം വാങ്ങിയിട്ടാൽ 500 എംപ്രോ ഗോൾഡിന്റെ ബൈ അവിടെ നടക്കും. അപ്പൊ 500 ഗുണം 21, 10,500 രൂപ എനിക്ക് ആ ലെവൽ ഇൻകം ആയിട്ട് കിട്ടുകയാണ്. ലെവൽ 2ൽ വരുമ്പോൾ അത് 14 രൂപയാണ്. ലെവൽ 3, 4 എന്ന ലെവലിൽ 7 രൂപ വീതം കിട്ടും.
5, 6 എന്ന ലെവലിൽ 5 രൂപ 25 പൈസ വെച്ച് കിട്ടും. 7, 8 ലെവലിൽ 3 രൂപ 50 പൈസ വെച്ച് കിട്ടും. 9, 10 ലെവലിൽ 2 രൂപ 62 പൈസ വെച്ച് കിട്ടും. ഇതാണ് അഫിലിയേറ്റ് പ്ലാനിൽ നമുക്ക് കിട്ടുന്ന മെയിൻ ഇൻകം, ലെവൽ ഇൻകം. അപ്പൊ പ്രോഫിറ്റ് കിട്ടുന്നുണ്ട്, ലെവൽ ഇൻകം കിട്ടുന്നുണ്ട്. അതിന്റെ ഒരു എക്സ്പ്ലനേഷൻ കിട്ടാവുന്ന രൂപത്തിൽ ഞാൻ ഒരു സ്ക്രീൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. കാരണം അതിന്റെ ഒരു ഇമ്പാക്ട്, അത് ശരിക്കും മനസ്സിലാക്കേണ്ട ഇമ്പാക്റ്റ് ആണ്. ശരിക്കും അത് ഒരു ചെറിയ സബ്ജക്റ്റ് അല്ല, വലിയൊരു സബ്ജക്റ്റ് ആണ്, വലിയ ആഴത്തിൽ പഠിക്കേണ്ട ഒരു സബ്ജക്റ്റ് ആണ്. ഇപ്പൊ സ്ക്രീനിൽ ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ ഇവിടെ ഞാൻ ഫസ്റ്റ് ലെവലിൽ ഞാൻ ജസ്റ്റ് വന്നോളൂ. ഞാനൊരു 5 പേരെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. കാരണം എനിക്ക് 10 ലെവൽ ഇൻകത്തിന് വേണ്ടി 5 പേരെ ഇൻട്രൊഡ്യൂസ് ചെയ്യണം. 1, 2, 3, 4, 5 അങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഓരോരുത്തരും ഒരു 50 എംപ്രോ ഗോൾഡിന്റെ ട്രേഡ് നടത്തി, ഓരോരുത്തരും. എങ്കിൽ ടോട്ടൽ ആ ഫസ്റ്റ് ലെവലിൽ 250 എംപ്രോ ഗോൾഡിന്റെ ട്രേഡ് നടക്കും. അവിടെ 21 രൂപ വീതം 5250 രൂപ എന്റെ റവന്യൂ ആണ്. എത്ര പ്രാവശ്യം? ഈ 50 യൂണിറ്റും സെല്ലാകി പോകുമ്പോഴെല്ലാം ലാഭം എടുത്തിട്ട് വീണ്ടും അടുത്ത 50 യൂണിറ്റ് ഞാൻ വാങ്ങിയിടും. അങ്ങനെ ഓരോ പ്രാവശ്യം എംപ്രോ ഗോൾഡ് വാങ്ങുമ്പോഴും ഈ 21 രൂപ വെച്ചിട്ട് എനിക്ക് വരുമാനം കിട്ടും. അപ്പൊ ഈ 5250 രൂപ പിന്നെ സ്ഥിര വരുമാനമായി നടത്തും, സ്ഥിര വരുമാനമായി മാറി. ഞാൻ കൊണ്ടുവന്ന 5 പേരുടെ കൂടെ നിന്ന് അവരെ കൊണ്ടെല്ലാം ഒരു 2 പേരെ വെച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. വേണ്ട, അവർക്കും 10 ലെവൽ വേണമല്ലോ. 5 പേരെ വെച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. എങ്കിൽ 25 പേരുടെ ഒരു ട്രേഡ് അവിടെ നടക്കും. നമുക്ക് ശ്രമിച്ചാൽ നടത്താവുന്ന ഒരു കാര്യം മാത്രമാണത്. സോ 25 പേരും ഒരു 50 എംപ്രോ ഗോൾഡിന്റെ ട്രേഡ് വീതം നടത്തുന്ന രൂപത്തിലേക്ക് വന്നാൽ 1250 എംപ്രോ ഗോൾഡിന്റെ ട്രേഡ് സെക്കൻഡ് ലെവലിൽ നടക്കും. 14 രൂപ പ്രകാരം 17,500 രൂപ നമുക്ക് അവിടെ ഇൻകം കിട്ടും. ഒരുപക്ഷെ 50 സ്ഥാനത്ത് 10 എംപ്രോ ഗോൾഡ് വീതമാണ് വാങ്ങിയിട്ടത് എങ്കിൽ 1050 രൂപയിലേക്ക് ഇൻകം മാറിയിട്ടുണ്ടാകും. ഇവിടെ 25 പേരും 10 എംപ്രോ ഗോൾഡാണ് വാങ്ങിയത് എങ്കിൽ 3500 ഇൻകം മാറിയിട്ടുണ്ടാകും. അപ്പൊ എത്ര എംപ്രോ ഗോൾഡ് ആണ് ട്രേഡ് ചെയ്യാൻ വേണ്ടി ഉള്ളത്, അത് എത്ര എണ്ണം വാങ്ങിയിട്ടിട്ടുണ്ട്, എത്ര എണ്ണം റീപേ നടക്കുന്നുണ്ട്, അതിനെ ബേസ് ചെയ്തുകൊണ്ട് ഫസ്റ്റ് ലെവലിൽ 21, സെക്കൻഡ് ലെവലിൽ 14 രൂപയും കിട്ടും. എങ്കിൽ ടീമിന്റെ ഇമ്പാക്ട് 10 ലെവലിലേക്ക് വരുമ്പോൾ 5 25 ആയതുപോലെ ഇനി 5 25 125 ആവൂ? ആവാതിരിക്കാം. ഇപ്പൊ 125 വന്നു എന്ന് വിചാരിക്കാം. എല്ലാവരും 10 എംപ്രോ ഗോൾഡ് വീതം വാങ്ങിയിട്ടു എങ്കിൽ എന്തെങ്കിലും സംഭവിക്കുക? 1250 എംപ്രോ ഗോൾഡിന് ട്രേഡ് നടക്കും. എങ്കിൽ 8750 രൂപയായി. അടുത്ത ലെവലിൽ വന്നപ്പോ അത്രയൊന്നും സംഭവിച്ചില്ല. വളരെ മടിയന്മാരൊക്കെ ആയിരുന്നു. അവിടെ എല്ലാവരും കൂടിയിട്ട് ഒരു 75 പേരെയാണ് കൊണ്ടുവന്നത്. 75 പേരും 10 എംപ്രോ ഗോൾഡ് വീതം വാങ്ങിയിട്ടു എങ്കിൽ 750 ആയി. 5250 രൂപയുടെ വീണ്ടും കിട്ടും. വീണ്ടും അടുത്ത ലെവലിൽ വന്നപ്പോ ഒരു 80 പേര് വന്നു. എല്ലാവരും 10 എംപ്രോ ഗോൾഡ് വീതം വാങ്ങിയിട്ടു എങ്കിൽ 4200 രൂപയുടെ നമുക്ക് ഇവിടെ ഇൻകം കിട്ടുന്ന അവസ്ഥയായി. അടുത്ത ലെവലിൽ വന്നപ്പോ ഒരു 100 പേര് വന്നു. എല്ലാവരും ഒരു 10 എംപ്രോ ഗോൾഡ് വീതം വാങ്ങിയിട്ടു. ഞാൻ റിയലിസ്റ്റിക് ആയി നമ്മുടെ ജീവിതത്തിൽ സംഭവിപ്പിക്കാൻ സാധ്യതയുള്ള, ശ്രമിച്ചാൽ അതിലേക്ക് എത്താൻ പറ്റുമെന്ന് വിശ്വാസമുള്ള ഒരു സംഖ്യയെക്കുറിച്ച് ഞാൻ പറയുകയാണ്. എഫർട്ട് ഇടാതെ ലാഭം പ്രതീക്ഷിക്കുന്ന ഒരാൾക്ക് എംപ്രോ ഗോൾഡ് വാങ്ങിയിട്ടാൽ മാത്രം മതി. ഒരാളെ ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ആ എംപ്രോ ഗോൾഡ് സെല്ലായി പോകുമ്പോഴൊക്കെ പ്രോഫിറ്റ് കിട്ടിക്കൊണ്ടിരിക്കും. 10% പ്രോഫിറ്റ്. ഇപ്പൊ 100 എംപ്രോ ഗോൾഡ് വാങ്ങിയിട്ടാൽ 100 എംപ്രോ ഗോൾഡ് വാങ്ങിയിട്ടുണ്ടെങ്കിൽ അയാൾക്കുള്ള മുതൽ മുടക്ക് എന്ന് പറയുന്നത് 700 രൂപ പ്രകാരം 70,000 രൂപയാണ്. ആ 70,000 മുതൽ മുടക്കുന്ന സമയത്ത് അതിന്റെ 10% 7,000 രൂപ ഒരു ട്രേഡിൽ നിന്ന് കിട്ടും. അപ്പോ ഒരു മാസത്തിൽ ട്രേഡ് നടക്കുന്ന 7,000 രൂപ വരുമാനമായി. അടുത്ത മാസം 7,000 രൂപ, അങ്ങനെ 12 മാസം കണക്കൂട്ടിയാൽ 7,000 ഗുണം 12. അയാൾ മുതൽ മുടക്കിയ എമൗണ്ടിൽ കൂടുതൽ സംഖ്യ അപ്പൊ തന്നെ കിട്ടിക്കഴിഞ്ഞു അല്ലെ? ഒരു വർഷം കൊണ്ട് വീണ്ടും കണ്ടിന്യൂ ചെയ്യാൻ, ട്രേഡ് അവിടെ കണ്ടിന്യൂ ചെയ്യാൻ, ട്രേഡ് അവിടെ സ്റ്റോപ്പ് ആകുന്നില്ല. ഇവിടെ സംഭവിക്കാൻ പോകുന്ന കാര്യത്തിലേ ഉള്ളൂ. 100 എംപ്രോ ഗോൾഡ് വാങ്ങിയിട്ടപ്പോ എല്ലാ മാസവും ഒരു എംപ്രോ ഗോൾഡ് അയാളുടെ പേഴ്സണൽ ആവശ്യത്തിന് എടുക്കുന്നുണ്ട്. അത് ടോട്ടൽ എണ്ണത്തിൽ നിന്ന് കുറഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ അതിനനുസരിച്ച് ട്രേഡ് നടക്കുന്ന പ്രൊഡക്റ്റിന്റെ എണ്ണവും കുറഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ അത് മാനേജ് ചെയ്യുന്ന രൂപത്തിൽ അദ്ദേഹം വാങ്ങിയിട്ടാലോ ട്രേഡ് ഒരുപോലെ നടക്കും, ലാഭം ഒരുപോലെ കിട്ടും, എംപ്രോ ഗോൾഡ് എല്ലാ മാസവും ഉപയോഗിക്കാനും പറ്റും. ഇതാണ് ഈ സിസ്റ്റത്തിന്റെ ലോജിക് എന്ന് പറയുന്നത്. വളരെ ബ്രില്യന്റ് ആയ ലോജിക്കാണ്. ഒരു 7th ലെവലിൽ 120 പേര് വന്നു, എല്ലാവരും ഒരു 10 എംപ്രോ ഗോൾഡ് വീതം വാങ്ങിയിട്ടു എങ്കിൽ 4200 രൂപയും കിട്ടും. ഇനി അടുത്ത ലെവലിൽ വന്നപ്പോൾ 150 പേര് വന്നു. ശരിക്കും ഞാൻ ഈ പറയുന്ന സംഖ്യ ഒന്നും അല്ല ശരിക്കും സംഭവിക്കാൻ പോകുന്നത്. വളരെ വലിയൊരു ഇമ്പാക്ട് ഈ സിസ്റ്റം സംഭവിക്കാനുണ്ട്. ഇനി അടുത്ത ലെവലിൽ വന്നപ്പോൾ 200 പേര് വന്നു, എല്ലാവരും ഒരു 10 എംപ്രോ ഗോൾഡ് വീതം വാങ്ങിയിട്ടു. വീണ്ടും അടുത്ത ലെവലിൽ വന്നപ്പോൾ ഒരു 300 പേര് വന്നു, അവരെല്ലാവരും ഒരു 10 എംപ്രോ ഗോൾഡ് വീതം വാങ്ങിയിട്ടു. നോക്കുമ്പോ 50,550 രൂപ നമുക്ക് ആ ഒരൊറ്റ ട്രേഡ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ മാത്രം വരുമാനം കിട്ടും. അത് ആ വരുമാനം പിന്നെ കണ്ടിന്യൂ ചെയ്ത് വരികയാണ്.
ഈ 50,000 രൂപ വരുമാനം കിട്ടുമ്പോൾ ഇത് വരുന്നത് 5,600 എന്ന ലിമിറ്റിലാണ്, അല്ലെ? കാരണം ഒരു 1,400 5,600 വരെ മാത്രമേ ഇൻകം എടുക്കാൻ പറ്റുള്ളൂ. സ്വാഭാവികമായിട്ടും ഒരു 50 പ്രാവശ്യം 1,400 വെച്ച് അദ്ദേഹം റീബൈ ചെയ്യേണ്ടി വരും. അതിന് വേറെ പൈസ വേറെ കണ്ടെത്തേണ്ട ആവശ്യമില്ല, ഈ കിട്ടിയ വരുമാനത്തിൽ നിന്ന് കൊടുത്താൽ മതിയല്ലോ. അപ്പൊ ഒരു 12,637 രൂപ അതിനു വേണ്ടി സ്പെൻഡ് ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് ബാലൻസ് കിട്ടുന്നത് 37,912 രൂപയാണ്. എപ്പോ? ഒരു ട്രേഡിൽ. അപ്പൊ ആ ട്രേഡ് നടന്നത് ആഴ്ചയിലാണെങ്കിൽ മാസ വരുമാനം എന്ന് പറയുന്നത് 1,51,650 രൂപയായിരിക്കും. ഒന്ന് ആലോചിച്ച് നോക്കി സുഹൃത്തുക്കളെ, ഒരു 1.5 ലക്ഷം വരുമാനം കിട്ടാനുള്ള ഒരു സംഖ്യയെ കുറിച്ച് ഞാൻ ഇപ്പൊ പറഞ്ഞത്. ഒരു വർഷത്തിൽ എടുത്ത് നോക്കുമ്പോൾ ഒരു 18,19,000 രൂപ വരുമാനം ഉണ്ടാക്കാം. ഒരു വലിയൊരു ഷോപ്പ് ഇട്ടാൽ ആ ഷോപ്പിൽ നടക്കുന്ന ഒരു പോസിബിലിറ്റി, ഒരു ഇൻകം പോസിബിലിറ്റി അതിൽ കൂടുതലാണ് നമുക്കിവിടെ കാണാൻ പോകുന്ന സംഖ്യ. വളരെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള സംഖ്യയെ കുറിച്ച് ഞാൻ സംസാരിച്ചത്. ഇതൊന്നുമല്ല സംഭവിക്കുക. ആൾക്കാർ 10 എംബ്രോ ഗോൾഡ് ഒന്നുമല്ല, 50, 100, 200, 500, 1000 എംബ്രോ ഗോൾഡ് ഒക്കെ ആൾക്കാർ വാങ്ങിയിടും. എന്തുകൊണ്ടാ? എംബ്രോ ഗോൾഡിന്റെ സാധ്യതയും വിപണനവും അത്രമാത്രം ആഴത്തിലുള്ളതാണ്, ഗ്ലോബൽ റീച്ചിൽ എത്താൻ പോകുന്നതാണ്. വളരെ മനോഹരമായ രൂപത്തിലുള്ള പല തരത്തിലുള്ള ആക്ടിവിറ്റി ഇതിന്റെ സെല്ലിംഗ് പോയിന്റിലേക്ക് കടന്നു വരുന്നുണ്ട്. ഇപ്പൊ മാസത്തിലൊരു ട്രേഡ് നടക്കുന്ന രൂപത്തിലാന്ന് വിചാരിക്കുക. മാസത്തിലൊരു ട്രേഡ് നടക്കുന്നു. അപ്പൊ എല്ലാ മാസവും ഈ പൈസയും കിട്ടും, ഒരു എംബ്രോ ഗോൾഡും കിട്ടും. എങ്കിൽ 12 മാസം കൊണ്ട് എന്ത് സംഭവിക്കും? ഒരു 4,54,950 രൂപ കിട്ടിയിട്ടുണ്ടാവും. 12 മാസം എംബ്രോ ഗോൾഡും കിട്ടിയിട്ടുണ്ടാവും. ഒന്ന് ആലോചിച്ച് നോക്കി, എത്ര ബ്രില്യന്റ് ആണ് ഈ ആശയത്തിന്റെ പവർ എന്ന്. ഇവിടെ സെല്ലിംഗ് പോയിന്റ് എത്ര സ്പീഡിൽ നടക്കുന്നത് മാത്രമാണ് ആൾക്കാരുടെ കൺഫ്യൂഷൻ ആയിട്ട് വരാൻ സാധ്യതയുള്ളത്. എന്റെ മനസ്സ് അങ്ങനെയാണ് പറയുന്നത്. ആ സെല്ലിംഗ് പോയിന്റ് കൃത്യമാണെങ്കിൽ, സെല്ലിംഗ് പോയിന്റ് സാധ്യത കൃത്യമാണെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ വളരെ ആഴത്തിൽ ഈ സിസ്റ്റത്തിൽ ആളുകൾ സാധനങ്ങൾ വാങ്ങാൻ തയ്യാറാണ്, വാങ്ങിയിടാൻ തയ്യാറാണ്. സോ അങ്ങനെ ഈ സിസ്റ്റം പോകുമ്പോൾ ഒരു മന്ത്ലി സാലറി കൂടി നമുക്ക് ഇതിന്റെ കൂടെ തരുന്നുണ്ട്. ഇപ്പൊ പ്രോഫിറ്റ് കിട്ടുന്നതിനെ കുറിച്ച് സംസാരിച്ചു, ലെവൽ ഇൻകം കിട്ടുന്നതിനെ കുറിച്ച് സംസാരിച്ചു. ഇനി ഒരു മന്ത്ലി സാലറി കിട്ടണമെങ്കിൽ 10 ഡയറക്റ്റ് ബിസിനസ് നമ്മൾ ചെയ്തിട്ടുണ്ടാകണം. നേരിട്ട് 10 പേരെ സ്പോൺസർ ഉണ്ടാകണം. 10 പേരെ സ്പോൺസർ ഉണ്ടാകണം. സോ 10 പേരെ വരുന്ന എല്ലാവരും സ്പോൺസർ ചെയ്യുന്ന രൂപത്തിലാണെങ്കിൽ ഈ 10 ലെവലിൽ നമ്മൾ കണ്ട സംഖ്യയൊന്നും അല്ല ടീം മെമ്പേഴ്സ് ആയിട്ട് വരിക. എല്ലാവരും 10 എംബ്രോ ഗോൾഡിന്റെ സ്ഥാനത്ത് 50, 100 വാങ്ങിയിട്ടാൽ വരുമാനം ലക്ഷങ്ങളിലേക്കും കോടികളിലേക്കും മാറാൻ വേറൊന്നും വേണ്ട. ഇവിടെ സംഭവിക്കുന്നത് 10 ഡയറക്റ്റ് ഒരു മാസത്തിൽ ചെയ്യുന്നവർക്ക് ഒരു പോയിന്റ് കൊടുക്കും. അപ്പൊ എല്ലാ മാസവും 10 എണ്ണം ചെയ്യണോ? അങ്ങനെ ആൾക്കാരെ കൊണ്ടുവരാൻ ആർക്ക് പറ്റൂ? വേണ്ട. നമ്മൾ കൊണ്ടുവന്ന 10 പേര് അടുത്ത മാസത്തിൽ ഒരു 1,400 റിന്യൂവൽ നടത്തിയാലും മതി. അതായത് അവരുടെ മാസം ഒന്ന് റീബൈ ചെയ്താൽ മതി. 5,600 രൂപ വരുമാനം ഉണ്ടാക്കുന്ന ആൾക്കാരായിട്ട് മാറ്റിയാൽ മതി. അപ്പോഴും നമുക്കൊരു പോയിന്റ് കിട്ടും. അതിനുവേണ്ടി സിസ്റ്റം നോക്കുന്നത് ഓരോ മാസ് ബൈ റീബൈയിൽ നിന്ന് 45 രൂപ ഒരു ഗ്ലോബൽ ഫണ്ടിലേക്ക് മാറ്റും. അപ്പൊ ഞാൻ 10 പേരെ കൊണ്ടുവന്നാൽ 450 രൂപ ഞാൻ വഴി മാത്രം വരൂല്ലേ? ശരിയല്ലേ? യെസ്. അവരെല്ലാവരും എത്ര എംബ്രോ ഗോൾഡ് പുതുതായിട്ട് വാങ്ങുന്നുണ്ടോ ആ സമയത്തെല്ലാം 45 രൂപ അപ്പോഴും വരും. അപ്പൊ ഞാനൊരു 500 എംബ്രോ ഗോൾഡിന്റെ ട്രേഡ് നടത്തിയാൽ 22,500 രൂപ വഴി വരും. അങ്ങനെ എൻറ്റയർ കമ്മ്യൂണിറ്റി ചെയ്യുന്ന സമയത്ത് ആ ഫണ്ട് വലിയൊരു ഫണ്ടായിരിക്കും. ഈ ഫണ്ടിൽ നിന്നാണ് നമുക്ക് ഇൻകം സിസ്റ്റം തരുന്നത്. ആ ഗ്ലോബൽ ഫണ്ടിനെ ടോട്ടൽ പോയിന്റ് കൊണ്ട് ഡിവൈഡ് ചെയ്യും. പോയിന്റ് ആർക്കാ കിട്ടുക? 10 ഡയറക്റ്റ് റെഫർ ചെയ്യുന്നവർക്ക് മാത്രം. അപ്പൊ ഗ്ലോബൽ ഫണ്ടിനെ പോയിന്റ് ഡിവൈഡ് ചെയ്യുമ്പോൾ ഒരു പോയിന്റിന്റെ വാല്യൂ ആയി. അപ്പൊ ആ പോയിന്റിന്റെ വാല്യൂ എത്രയാണോ അത് മാസ ശമ്പളമായിട്ട് തരും. അത് നേരത്തെ ഞാൻ പറഞ്ഞ 5,600 ലിമിറ്റിൽ വരില്ല. ഇതൊരു കലണ്ടർ മന്തിലാണ് കാൽക്കുലേഷൻ എടുക്കുന്നത്. ഏപ്രിൽ മാസം 1-ാം തീയതി മുതൽ 30-ാം തീയതി വരെ എടുത്തു. അടുത്ത 5-ാം തീയതി ആകുമ്പോൾ നമ്മുടെ ആ ഇൻകം നമ്മുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവുന്ന രൂപത്തിലാണ് സിസ്റ്റം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. മനോഹരമായ ഒരു മന്ത്ലി സാലറി നമുക്ക് നേടിയെടുക്കാം. അതുപോലെ ഗിഫ്റ്റുകളുണ്ട്. അതിനുവേണ്ടി ഒരു ഗ്ലോബൽ പൂള് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഓരോ മാസ് റീബൈയിൽ നിന്നും 100 രൂപയാണ്. ഓരോ എംബ്രോ ഗോൾഡിലെ പുതിയ ബൈയിൽ നിന്ന് 50 രൂപയാണ്. അത് പീരിയോഡിക്കൽ ടാർജറ്റിനെ ബേസ് ചെയ്തുകൊണ്ട് ഗിഫ്റ്റുകൾ ഇഷ്യൂ ചെയ്യും. അത് ജനങ്ങൾക്ക് ആവശ്യമുള്ള നമ്മുടെ വീട്ടിലേക്ക് നമുക്ക് ഉപയോഗപ്രദമായ ഗിഫ്റ്റുകളായിരിക്കും. എന്തെങ്കിലും ചെറിയ ചെറിയ സാധനങ്ങളായിരിക്കില്ല, വലിയ സംഖ്യ തന്നെയായിരിക്കും. കാരണം നല്ല ഫണ്ട് ഗിഫ്റ്റിന് വേണ്ടി അവിടെ അക്യുമുലേറ്റ് ചെയ്യാനുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട്. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. നിങ്ങളൊന്ന് വർക്കൗട്ട് ചെയ്താലും ആ ഒരു ചിന്തയിലേക്ക് നിങ്ങൾക്ക് എത്താനും പറ്റും. ഞാൻ സംസാരിക്കുന്ന മുഴുവൻ ഒരു ബിസിനസ് മോഡലിന്റെ, ഒരു ബിസിനസ് ആശയത്തിന്റെ സാധ്യതയെ കുറിച്ചിട്ടാണ്. ഈ സാധ്യത ആര് ഉപയോഗിക്കുന്നു, ആര് വർക്കൗട്ട് ആക്കുന്നു, അവർ ഈ നേട്ടങ്ങൾ കൊയ്യും, തർക്കമില്ല. ഇപ്പോ ഇതില്ലാതെ തന്നെ എംബ്രോ ഗോൾഡിന്റെ നല്ലൊരു മൂവ്മെന്റ് ഈ സിസ്റ്റത്തിൽ നടക്കുന്നുണ്ട്. പേഴ്സണലി 3, 4, 5 പാക്കറ്റൊക്കെ ഒരു മാസത്തിൽ ഒരു വീട്ടിലേക്ക് വാങ്ങുന്ന ആൾക്കാരെ കാണാൻ പറ്റും. കാരണം 1.5 വയസ്സിന് മേലെ പ്രായമുള്ള
എംബ്രോ ഗോൾഡ് ഒരു നിത്യ ഭക്ഷണമാക്കി മാറ്റാം. 1.5 വയസ്സ് താഴെയുള്ളവർക്ക് എംബ്രോ ഗോൾഡ് കൊടുക്കാൻ സജസ്റ്റ് ചെയ്യുന്നില്ല. കാരണം ഇതിൽ 9 മില്ലറ്റുകൾ ഉണ്ട്. 1.5 വയസ്സ് താഴെയുള്ള കുട്ടികൾക്ക് റാഗി എന്ന മില്ലറ്റ് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. അതിന്റെ ഡയറ്ററി ഫൈബർ മാത്രമേ ആ കുട്ടിയുടെ ദഹനേന്ദ്രിയ വ്യവസ്ഥ സെറ്റ് ആവാൻ സഹായിക്കൂ. പക്ഷെ 1.5 വയസ്സിന് മേലെ പ്രായമുള്ള ആർക്കും എംബ്രോ ഗോൾഡിനെ ഈ പറഞ്ഞതുപോലെ രാവിലെയും വൈകിട്ടും ഒരു 10 ഗ്രാം വീതം ഉപയോഗിക്കാവുന്നതാണ്. അവർക്ക് ആവശ്യമായ കൃത്യമായ പോഷകങ്ങൾ കൃത്യമായി കിട്ടുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇതിന്റെ ടേംസ് ഇതാണ്. ഞാൻ നേരത്തെ ഒരു ടേം സംസാരിച്ചു. ഒരു മാസത്തിൽ ഒരെണ്ണം നമ്മുടെ പേഴ്സണൽ ആവശ്യത്തിന് എടുത്തോളണം. ഇനി നമുക്ക് വേണമെങ്കിൽ നമ്മൾ വാങ്ങിയിട്ട് എംബ്രോ ഗോൾഡ് എല്ലാം തന്നെ ഒറ്റ ദിവസം തന്നെ എംബ്രോ ഗോൾഡ് ആയിട്ട് നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റും. ഞാൻ 100 എണ്ണം വാങ്ങിയിട്ടു, 100 എംബ്രോ ഗോൾഡ് എനിക്ക് വാങ്ങാം. അപ്പൊ ഒരെണ്ണം വാങ്ങുമ്പോൾ കമ്പനി ഒരെണ്ണം തരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ പ്രൊഡക്റ്റും ഞാൻ തിരിച്ചെടുത്താൽ കമ്പനി വെച്ച പ്രൊഡക്റ്റ് കമ്പനി തിരിച്ചെടുക്കും. ആ ട്രേഡർ എല്ലാ പ്രൊഡക്റ്റും റിഡീം ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി സിസ്റ്റം കൊടുക്കുന്നുണ്ട്. ഇവിടെ ട്രേഡിംഗിലാണെങ്കിൽ ഞാൻ വാങ്ങിയ എത്ര എണ്ണം ഉണ്ടോ അത്രയും എണ്ണം കമ്പനി തരും. അതിങ്ങനെ ട്രേഡിൽ പോയിട്ട് അൺലിമിറ്റഡ് ട്രേഡിങ്ങും അൺലിമിറ്റഡ് ഇൻകം കിട്ടാനുള്ള സാഹചര്യമുണ്ട്. എപ്പോഴെല്ലാം മാസ് എക്സോസ്റ്റ് ആകുന്നുണ്ടോ, അതായത് 5600 രൂപയുടെ ലിമിറ്റിൽ നമ്മൾ എപ്പോൾ എത്തുന്നുണ്ടോ ആ സമയത്തെല്ലാം 1400 കൊടുത്ത് നമ്മൾ റിന്യൂ ചെയ്തുകൊണ്ടിരിക്കണം. കാരണം മാസ് ലിമിറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ യൂണിറ്റുകൾ സെല്ലിംഗ് പോയിന്റിലേക്ക് വരത്തുള്ളൂ. അതുകൊണ്ട് എക്സോസ്റ്റ് ആവുന്ന സമയത്ത് തന്നെ ഇപ്പൊ 5600 രൂപ ലിമിറ്റ് നിൽക്കുന്നു, ഒരു 5400 രൂപ എടുത്തു കഴിഞ്ഞു, ഇനി 200 രൂപയുള്ളൂ. ആ സമയത്ത് ഒരു 1400 കൊടുത്ത് റിന്യൂ ചെയ്തേക്കാം, അത്രേ ഉള്ളൂ. So mass limit is 5600. Trader can enjoy this limit for trading profit and level commission. Trading profit and level commissions മാത്രമേ ഈ 5600 ലിമിറ്റിലേക്ക് കയറി വരും. മന്ത്ലി സാലറിയും ഗിഫ്റ്റും എല്ലാം സെപ്പറേറ്റ് ഇൻകം ആയിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇവിടെ സിസ്റ്റത്തിന്റെ വിഷൻ ഗ്ലോബൽ എക്സ്പാൻഷനാണ്. ഹെൽത്തി പ്രൊഡക്ട്സിന്റെ മൂവ്മെന്റ് കൂട്ടുക എന്നുള്ളതാണ്. ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഏർണിംഗ് മോഡൽ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. മാത്രമല്ല 2026 പൂർത്തീകരിക്കുമ്പോഴത്തേക്കും 2026 നവംബർ മാസമാണ് ടാർഗറ്റ് ചെയ്തിരിക്കുന്നത് 1 മില്യൺ എംബ്രോ ഗോൾഡ് യൂസേഴ്സിനെ ക്രിയേറ്റ് ചെയ്യണം. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ കഴിഞ്ഞ 2.5 വർഷത്തെ എക്സ്പീരിയൻസ് നോക്കുമ്പോൾ എംബ്രോ ഗോൾഡിന്റെ സ്ഥിരം ഉപഭോക്താക്കൾക്കെല്ലാം ലൈഫ് സ്റ്റൈൽ ഡിസീസിനെ പ്രിവെന്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. സോ റെഗുലർ എംബ്രോ ഗോൾഡ് യൂസേഴ്സ് ക്യാൻ പ്രിവെന്റ് ലൈഫ് സ്റ്റൈൽ ഡിസീസസ്. ഞാൻ ഇത് പറയുമ്പോൾ അതിൽ കൂടെ ചേർത്ത് വായിക്കേണ്ട ചില ഘടകങ്ങളുണ്ട്. എന്തൊക്കെയെന്നറിയൂ? ലൈഫ് സ്റ്റൈൽ ഡിസീസ് എന്ന് പറയുന്നത് ഇപ്പൊ ഡയബറ്റിക്സ്, ഹൈപ്പർ ടെൻഷൻ, ഹാർട്ട് ഡിസീസ്, ഒബിസിറ്റി, അത് അങ്ങനെ കുറെ പ്രശ്നങ്ങളാണല്ലോ. ഇതെല്ലാം ഒരു ഹെൽത്തി ഹാബിറ്റിലൂടെ മാത്രമേ ചേഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ. അതിലൊരു ഘടകമാണ് ബാലൻസ് ന്യൂട്രീഷൻ. ആ ന്യൂട്രീഷൻ എംബ്രോ ഗോൾഡിലൂടെ നടക്കും. റെഗുലർ ഫിസിക്കൽ ആക്ടിവിറ്റി, സ്ട്രെസ് മാനേജ്മെന്റ്, ആഡിക്വേറ്റ് സ്ലീപ്പ് ആൻഡ് അവോയ്ഡിങ് ഹാർംഫുൾ ബിഹേവിയർ ലൈക്ക് സ്മോക്കിംഗ് ആൻഡ് എക്സസീവ് ആൽക്കഹോൾ യൂസ്. അങ്ങനെ ചില കാര്യങ്ങൾ കൂടി നമ്മൾ ശീലിക്കണം കേട്ടോ. എംബ്രോ ഗോൾഡ് മാത്രം ഉപയോഗിച്ചുകൊണ്ടല്ല ലൈഫ് സ്റ്റൈൽ ഡിസീസ് മാറ്റേണ്ടത്. പക്ഷെ അതിന്റെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ബാലൻസ് ന്യൂട്രീഷൻ. അത് കൃത്യമായിട്ട് നമുക്ക് എംബ്രോ ഗോൾഡിലൂടെ ഉറപ്പിക്കാൻ സാധിക്കും. So, Embryo Gold support overall wellness because it contains beneficial nutrients. വളരെ കൃത്യമായ ഒരു ഫോക്കസിൽ 2026 എത്തുമ്പോഴത്തേക്കും 1 മില്യൺ എംബ്രോ ഗോൾഡ് യൂസേഴ്സിനെ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഈ സിസ്റ്റം എത്തിക്കഴിയുമ്പോൾ അത് നമ്മുടെ ആരോഗ്യ രംഗത്ത് വലിയൊരു മാറ്റമായിരിക്കും ഉണ്ടാകുക. 2023 വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ ഒരു പ്രൊപ്പഗാൻഡയാണ് മില്ലറ്റ്സിന്റെ ഉപയോഗത്തിലേക്ക് ജനങ്ങളെ കൊണ്ടുവന്നാൽ ലൈഫ് സ്റ്റൈൽ ഡിസീസിൽ നിന്ന് ആളുകൾക്ക് രക്ഷപ്പെടാൻ സാധിക്കും. ഇന്ത്യ ഗവൺമെന്റും അത്തരത്തിലുള്ള ധാരാളം പ്രൊമോഷൻസ് നമുക്ക് കാണാൻ സാധിക്കും. നമ്മുടെ പ്രൈം മിനിസ്റ്റർ മോഡി എല്ലാം വളരെ ബ്രില്യന്റ് ആയി എംബ്രോ ഗോൾഡിന്റെ മില്ലറ്റ്സിന്റെ ഉപയോഗത്തെ കുറിച്ച് ധാരാളമായിട്ട് സംസാരിക്കുന്ന ആളുകളാണ്. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ അത്രമാത്രം പൊട്ടൻഷ്യലാണ് മില്ലറ്റിന്റെ ഉപയോഗത്തിൽ നമ്മുടെ ആരോഗ്യത്തിനുള്ളത്. ഒരു കാലഘട്ടത്തിൽ നമ്മൾ എല്ലാവരും ഉപയോഗിച്ചതാണ്. പക്ഷെ എന്തുകൊണ്ടോ ഇടക്കാലം കൊണ്ട് ആ ഉപയോഗത്തിൽ നിന്ന് നമ്മൾ പിന്മാറിപ്പോയി. നമ്മൾ ധാരാളമായി അരിയും ഗോതമ്പും മൈദ ഭക്ഷണവും കഴിക്കുന്ന അവസ്ഥയിലേക്ക് മാറി. അതോടുകൂടി പലതരം അസുഖങ്ങളുടെ സാധ്യത നമുക്ക് കൂടി. കാരണം അധ്വാനം കുറഞ്ഞ ജോലി സ്വഭാവത്തിലേക്ക് നമ്മൾ മാറി. കഴിക്കുന്ന ആഹാരത്തിന്റെ അളവിൽ കുറവ് സംഭവിച്ചിട്ടുമില്ല. ഫാസ്റ്റ് ഫുഡിലേക്ക് വന്നപ്പോൾ അത് കൂടുതൽ അപകടത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ എല്ലാം പ്രശ്നങ്ങൾ ഒരു പ്രായത്തിൽ എത്തിക്കഴിയുമ്പോൾ പിന്നെ മരുന്നില്ലാതെ മുന്നോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് നമ്മൾ എത്തിക്കുന്നു എന്നുള്ളതാണ്. ഇതിന് റെമഡി എന്ന് പറയുന്നത് നമ്മുടെ ഭക്ഷണശീലത്തിൽ മാറ്റം വരുത്തുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. 2, വ്യായാമവും ശരിയായ വിശ്രമത്തിലേക്ക് നമ്മൾ എത്തുക എന്നുള്ളതാണ്. സോ ഭക്ഷണ കാര്യത്തിൽ ഒരു റെഗുലാരിറ്റി കൊണ്ടുവരാൻ മില്ലറ്റിന്റെ ഉപയോഗത്തിലൂടെ സാധിക്കും. അത് AK5PL എന്ന സിസ്റ്റം മുന്നോട്ട് വയ്ക്കുന്ന 100% ഓർഗാനിക് ആയിട്ടുള്ള ഒരു തരത്തിലും പ്രിസർവേറ്റീവ്സ് ഇല്ലാത്ത ഭക്ഷണങ്ങൾ കഴിച്ചുകൊണ്ട് നമുക്ക് സാധ്യമാണ്. മാർക്കറ്റ് പ്ലേസിലൂടെ കൈനിറയെ പണം സമ്പാദിക്കാനുള്ള സാധ്യതയും നമ്മുടെ മുമ്പിൽ ഓപ്പൺ ആകുകയാണ്. സോ വളരെ ബ്രില്യന്റ് ആയിട്ടുള്ള ഈ ആശയം നമുക്ക് ഈസി ആയിട്ട് വലിയ നേട്ടങ്ങൾ സ്വന്തമാക്കുന്നതിൽ രൂപത്തിൽ ഉപയോഗിക്കാം. സോ അതിനെ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.